സുഹൃത്തുക്കളെ നമസ്കാരമുണ്ട്. നോമ്പുകാലാണ്. എന്താണ് സക്കാത്ത് എന്നൊക്കെ ഈ സമയത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേട്ട മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാരെ കൃത്യമായിട്ട് ഉത്തരം ഉണ്ടാവും. ഞാനിപ്പം തരാൻ പോണത് 50 രൂപയാണ് സക്കാത്ത്. ഞാനും പലപ്പോഴും ഈ സക്കാത്ത് എന്ന് പറഞ്ഞ സംഗതി കേട്ടിട്ടുള്ളത് ഒരാൾക്കുള്ള സമ്പത്തിന്റെ എത്രയോ ശതമാനം പാവപ്പെട്ടവർക്ക് അങ്ങോട്ട് പോയി കൊടുക്കണം എന്നല്ല, അവരിങ്ങോട്ട് വരുന്ന ഒരു ഗതികേട് ഉണ്ടാക്കരുത്. 195 ഗ്രാം വെള്ളി, ആ വെള്ളിക്ക് തുല്യമായ കറൻസി എന്റെ കയ്യിൽ ഒരു വർഷം തികഞ്ഞത് അഥവാ എന്റെ കയ്യിരിപ്പായിട്ട് ഉണ്ടെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്. നമ്മളുടെ വീട്ടിലേക്ക് അവർ വന്നിട്ട് സക്കാത്ത് തരുമോ എന്നുള്ള ചോദ്യം ചോദിക്കേണ്ട ഒരു ഗതികേട് ഉണ്ടാക്കരുത്. അതല്ലാതെ തന്നെ അത്തരമുള്ള ആളുകളെ, ചുറ്റുപാടത്തുള്ള ആളുകളെ കണ്ടെത്തിയിട്ട് അങ്ങോട്ട് പോയിട്ട് പണമായിട്ടോ ഇനി ഭക്ഷണമായിട്ടോ എന്തെങ്കിലും രീതിയിലൊക്കെ അങ്ങോട്ട് സഹായം ചെയ്യുന്നതിന് സക്കാത്ത് എന്ന് കേട്ടുള്ളത്. സോ ഞാനിങ്ങനെ പറയാൻ കാരണം, മല്ലു ട്രാവലർ എന്ന് പറയുന്ന ഒരു ട്രാവലർ ഉണ്ട്. ആ ട്രാവലർ ഒരു പുത്തൻ രീതിയിലുള്ള സക്കാത്ത് അയാൾക്ക് ഒരു കണ്ടെത്തിയിട്ടുണ്ട്. ഒരു ഓൺലൈൻ സക്കാത്താണ് കേട്ടോ. എനിക്കിത് ആദ്യം ഇവിടെ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെന്ന് കേൾക്കുന്നത്. ഇതിന്റെ അടിയിൽ അപാരമായിട്ട് വിമർശനങ്ങളൊക്കെ പല ആൾക്കാരും പറയുന്നുണ്ട്. എന്തായാലും ആദ്യം നടത്തുന്ന ആ സക്കാത്ത് രീതി ഒന്ന് കണ്ടോക്കണേ. റമദാൻ മാസമാണ് സക്കാത്ത് കൊടുക്കുന്ന സമയം. കുറെ പൈസ കുട്ടിക്കാലത്ത് നമ്മുടെ നാട്ടിലത്തെ എല്ലാ വീടുകളും കയറ്റി സക്കാത്തിന് പോയിരുന്നു. അന്നൊക്കെ 5 രൂപയാണ് മാക്സിമം കിട്ടുന്നത്. 5 രൂപയുടെ കോയിൻസും അത് 5 രൂപയുടെ നോട്ടൊക്കെ കാണുമ്പോൾ ആ ഒരു നൊസ്റ്റാൾജിക് ഫീലിങ്സ് ആണ്. ഇപ്പം അത് 50ലേക്ക് മാറി. ഇനി കുറച്ച് കഴിഞ്ഞത് 200ലേക്ക് മാറും. മിനിമം കുറച്ചുകൂടി കഴിഞ്ഞത് 500ലേക്ക് മാറും. അപ്പൊ ഞാനിപ്പം തരാൻ പോകുന്നത് 50 രൂപയാണ് സക്കാത്ത്. സക്കാത്ത് വാങ്ങുക എന്നുള്ളത് അത് അതുവഴി റിച്ച് ആവുക എന്നുള്ളതല്ല, നമ്മുടെ സമ്പത്തിന്റെ ഒരു ഭാഗം മറ്റുള്ളവർ കൊടുക്കുക എന്നതാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് സക്കാത്ത് കിട്ടാൻ വേണ്ടി 2 ഓപ്ഷൻ. ഒന്ന്, എന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞ് ചോദിച്ചാൽ ഇത് എന്റെ കയ്യിലുണ്ടാവും, ഞാൻ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ എടുത്തു തരും. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക, മെസ്സേജ് ആയിക്കോട്ടോ. അപ്പൊ അങ്ങനെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കമന്റ് ബോക്സിൽ നിങ്ങളുടെ പേര് കമന്റ് ചെയ്യുക, എന്നിട്ട് എനിക്കൊന്ന് മെസ്സേജ് ആയിക്കോട്ടോ. അപ്പൊ അങ്ങനെ ചെയ്യുന്നവർക്ക് ഇതേ ഗൂഗിൾ പേ ആയിട്ട് എന്തായാലും അയച്ചു തരും കേട്ടോ. അപ്പൊ സമയങ്ങളുണ്ടോ, എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കും. പിന്നെ ജാതിയോ മതമോ ഒന്നും നമുക്ക് വിഷയം കേട്ടോ. എല്ലാവർക്കും എന്തായിട്ട് വേണം സക്കാത്ത്. എന്തായാലും അവസാനത്തെ അത് ഗംഭീരമായിട്ടുണ്ട്. ഇവന്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്താൽ മതി, ഒന്ന് ലൈക്ക് അടിച്ചാൽ മതി, ഒന്ന് ഷെയർ ചെയ്താൽ മതി. ഇതടക്കം ഈ ലൈക്ക് അടിക്കുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇത് മൂന്നും യൂട്യൂബ് ചെയ്യുന്ന ആളുകൾക്കും ഇനിയിപ്പോൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കും അത് സാമ്പത്തിക ഗുണം ഉണ്ടാക്കുന്ന കാര്യമാണ്. കമന്റ് കൂടുതലായിട്ട് വരുമ്പോഴാണ് നമ്മുടെ ചാനലൊക്കെ കൂടുതൽ റീച്ച് ആവുക. ലൈക്ക് അടിക്കുന്ന ഗുണമുള്ള കാര്യമാണ്, അത് ഷെയർ ചെയ്യുന്ന ഗുണമുള്ള കാര്യമാണ്, മറ്റുള്ള ആളുകൾക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ പോലും ഈ നോമ്പെന്നൊക്കെ പറയുന്നത് വളരെ പുണ്യമായ ഒരു കാലം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഈ മുസ്ലിം വിഭാഗത്തെ സംബന്ധിച്ച ഒരു പുണ്യമായിട്ടുള്ള കാലമാണ്, പുണ്യമായിട്ടുള്ള സമയമാണ്. ഈ സമയത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യാച്ച ഒരു ഗുണകരമായ നല്ല കാര്യങ്ങളൊക്കെ ഈ ജീവിതത്തിലെല്ലാം മരിച്ചു പോയി കഴിഞ്ഞ് കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം. ആ ഒരു വിശ്വാസം അവരായിട്ട് അങ്ങനെ പോയിക്കോട്ടെ. എന്തൊക്കെയായാലും അവരുടെ ആ ഒരു സംഗതിയുള്ള ആ ഒരു സമയത്തിനാണ് അതേ വിഭാഗത്തിൽപ്പെട്ട മല്ലു ട്രാവൽ എന്ന് പറയുന്ന ഈ ഒരു ചെങ്ങാതി അവന്റെ വീഡിയോ ഷെയർ ചെയ്യണം, കമന്റ് അടിക്കണം, കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കണം. കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുന്നത് ഇവന്റെ ഒരു 50 ഉറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവന്റെ ഒരു 50 ഉറുപ്പ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ അടിയിൽ പോയിട്ട് കമന്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് 50 രൂപ അവൻ ഗൂഗിൾ പേ ആയിട്ട് അയച്ചാൽ അല്ലെങ്കിൽ നമ്പർ അയച്ചു കൊടുത്താൽ മതി. അതിപ്പോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ അങ്ങനത്തെ വ്യത്യാസമൊന്നും ഈ പാവത്തിന് ഇല്ല കേട്ടോ. വളരെയധികം നല്ല നന്മയുള്ള മനുഷ്യനാണ്. നിങ്ങൾ കമന്റ് അടിക്കുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അവന്റെ ചാനൽ കൂടുതൽ റീച്ച് ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെ റീച്ച് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂലിയായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? 50 ഉറുപ്പ് കിട്ടും. ആ 50 രൂപ കിട്ടാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്യണം എന്നുള്ളതാണ്. എന്തായാലും ഇത് വളരെ രസകരമായിട്ട് വളരെയധികം ഈ ഒരു സമയത്ത് പോലും അവൻ എങ്ങനെയാണ് അവന്റെ ചാനലിനെ പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അവനിപ്പോ കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോയ്ക്ക് താഴെയുള്ള കമന്റുകൾ, ഇതൊരു ആനക്കാരെന്ന് പറയുന്ന ആളാണ് ഇത് ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇവന്റെ താഴത്തുള്ള സംഗതികൾ ഇങ്ങനെയാണ്: അർഹതപ്പെട്ട ആളുകളിലേക്ക് ഇതിനെ എത്തിക്കുന്ന സക്കാത്തിനെ പോലും അവഹേളിക്കുന്നു, അതിന്റെ പവിത്രത കളഞ്ഞു കുളിക്കുന്ന ഒരു തരം പേക്കൂത്ത് എന്നാണ് അഷ്റഫ് പി ബാലുശ്ശേരി എന്ന് പറയുന്ന ഒരു മനുഷ്യന് എഴുതിയിരിക്കുന്നത്. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സിന് ഗൂഗിൾ പേ വഴി സക്കാത്ത് കൊടുക്കുന്ന വേട്ടാവളിയൻ എന്ന രീതിയിൽ വേറെ മനുഷ്യൻ എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയ ആൾക്കാരൊക്കെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട പേരുകളുള്ള ആൾക്കാരാണ് കേട്ടോ. മദ്രസയ്ക്ക് മര്യാദയ്ക്ക് പോയിട്ടില്ല, അതിന്റെ ഒരു കമ്മി കാണുന്നുണ്ട് എന്നാണ് ഒരാള്. അടുത്ത എന്താണ്, ഇവൻ സൗദിക്കാരത്തേക്ക് കുറച്ച് സക്കാത്ത് ചെലവാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങി നടക്കുന്നത്. ഇവനറിയില്ലേ, കൊറോണ തുടക്കത്തിൽ വിദേശത്ത് നിന്ന് വന്നപ്പോൾ ക്വാറന്റൈൻ കിടന്ന് വീഡിയോ ചെയ്ത് വൈറലായ കണ്ണൂർ സ്വദേശി യൂട്യൂബറാണ്. വലിയ പുള്ളിയ. ഈ അടുത്ത് വീണ്ടും വൈറലായിട്ടുണ്ടായിരുന്നു. മലയാളിയെ സ്നേഹിച്ച് കേരളത്തിൽ വന്ന സൗദി പെണ്ണിനെ കൊച്ചിയിലെ ഹോട്ടലിൽ നിന്ന് ചെറുതായൊന്ന് ലൈൻ ഇടാൻ നോക്കിയതിന്റെ പേരിൽ പീഡന കേസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചു കാലം മുങ്ങി വീണ്ടും നാട്ടിലെത്തി
മറ്റേ സൗദി പെണ്ണും ചെക്കനും പിന്നെ ഇവന്റെ പുറകെ പോകുന്നില്ല, എന്തെല്ലോ സെറ്റിൽമെന്റ് നടന്നിട്ടുണ്ടാകും. മുങ്ങിയ സമയത്ത് നാട്ടിൽ വാടാ കാണിച്ചു തരാം എന്നൊക്കെ വെല്ലുവിളി ഉണ്ടായിരുന്നു. സോഷ്യൽ മീഡിയ വഴി ഇപ്പോൾ ഒച്ചും ബഹളൊന്നും കാണാനില്ല എന്ന് ഒരാൾ എഴുതിയിട്ടുണ്ട്. വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല, അത്രയ്ക്കും സ്വകാര്യമായി കൊടുക്കേണ്ട സംഗതിയാണ് സക്കാത്ത്. ഇങ്ങനെയൊക്കെയാണ് ചില മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ, അത് നമ്മളൊരാൾക്ക് കൊടുക്കുന്നത് വലത് കൈ കൊടുക്കുന്ന ഇടത് കൈ അറിയാൻ പാടില്ല, അത്രയും രഹസ്യമായിരിക്കണം, അത്രയ്ക്കും പുണ്യമായിട്ട് ആയത്. അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അറിയാൻ പാടില്ല, നമ്മൾ കൊടുത്തത് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ് അടക്കാൻ പാടില്ല. ഇവിടെ എന്താ ചെയ്യുന്നത്, ഓൺലൈനിൽ വന്ന് പറയാണ് നിങ്ങൾ എല്ലാവരും എനിക്ക് ഗൂഗിൾ പേ വഴി ഗൂഗിൾ പേ നമ്പർ ഇടും, ഞാൻ 50 റുപ്യ സക്കാത്ത് തരാം, അടുത്ത വർഷം ചിലപ്പോൾ 100 റുപ്യ ഉണ്ടായിരിക്കും, അടുത്ത വർഷം 500 റുപ്യ ആവുന്നൊക്കെ പറയുന്നുണ്ട്. അതിൽ 5 റുപ്യ കിട്ടിയത് 50 റുപ്യ ആക്കി. ആ ഒരു 50 റുപ്യ കിട്ടാൻ വേണ്ടിയിട്ട് ആളുകളൊക്കെ അതിന്റെ ഇടയിൽ എത്ര പേരാണ് ഇനി അതിന്റെ ഇടയിൽ ഗൂഗിൾ പേയുടെ നമ്പറൊക്കെ കിട്ടുന്ന പോലെ പിടുത്തൊന്നുമില്ല. അവന്റെ അക്കൗണ്ട് പോയി നോക്കണം. പൈസ ഉള്ളതിന്റെ അഹങ്കാരമാണ്. ഒരു നേരത്തെ മരുന്ന് വാങ്ങി കഴിക്കാൻ പോലും കാശിലെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. അഭിമാനം ഓർത്ത് പുറത്തു പറയുന്നില്ല എന്നേ ഉള്ളൂ. അപ്പോൾ ആ നോട്ടുകെട്ട് കാണിച്ചുള്ള അവന്റെ അഹങ്കാരം, ഇതൊന്നും ദൈവം പൊറുക്കുന്ന കാര്യമല്ല എന്ന കവിത സുരേഷ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരി ഇട്ടിട്ടുണ്ട്. അതിന്റെ കൊടുത്തോളം ഇസ്ലാമായി പഠിക്കട ചെറ്റ ആദ്യം പോയിട്ടുന്ന വേറെ മനുഷ്യന്റെ സുലൈമാൻ കെപ്പിയുടെ അങ്ങനെ ഇവനെ ട്രോളി സത്യം പറഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകും. ഇവന്റെ ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നിപ്പോകുന്ന സംഗതിയാണ്. കയ്യില് 500-ന്റെ ഒരു വലിയ കെട്ടുണ്ട്, 200-ന്റെ ഫ്രഷ് നോട്ടിന്റെ ഒരു വലിയ കെട്ടുണ്ട്, പിന്നെ 500-ന്റെ ഒരു വലിയ കെട്ട് താഴ്ത്ത് കിടക്കുന്നുണ്ട്, 50 ഇവിടെ കെട്ടുണ്ട്, ഇങ്ങനെ 100 ഇവിടെ കെട്ടുണ്ട്. ഇങ്ങനെ ഇത് കണ്ടു കഴിഞ്ഞാൽ അവന്റെ കയ്യിൽ ഇപ്പൊ തന്നെ സ്റ്റിൽ ഒരു 10-50,000 റുപ്യയുടെ ഒരു എന്താ പറയാ 50,000 റുപ്യെങ്കിലും മിനിമം അവന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ട്. അപ്പോ ഇതാണ് ഇവൻ ചെയ്യുന്ന പരിപാടി. അപ്പൊ ഇതിനെ അത് ഗംഭീരമായിട്ട് വിമർശിച്ചിട്ടുണ്ട്. എനിക്കിത് അറിയില്ല, ഇതിപ്പോ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വല്ല പ്രശ്നമുണ്ടോ അറിയില്ല. ഇതൊക്കെ മറുപടി പറയേണ്ടത് ഇസ്ലാമിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. ഇങ്ങനെ ചെയ്യാറുണ്ടോ, ഇങ്ങനെ ചെയ്യാൻ പാടുന്നുണ്ടോ, ഇസ്ലാമിൽ അങ്ങനത്തെ നിയമമുണ്ടോ? ഇങ്ങനെ ഓൺലൈനായിട്ട് നാട്ടുകാരെ ഗൂഗിൾ പേയുടെ നമ്പർ അയച്ചോളൂ, ഞാൻ 50 റുപ്യ ഇട്ട് തരട്ടാ എന്ന് പറയുന്ന പരിപാടി അത് ശരിയാണോ? ഇനിയുള്ള കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും സക്കാത്ത് കൊടുക്കുക. ഗൂഗിൾ പേ വഴിയൊക്കെ സക്കാത്ത് കൊടുക്കാം, ഒരു പ്രശ്ന കാര്യമില്ല കേട്ടോ. കാരണം എന്തുവാണ്, ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ആ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിൽ പോയി തന്നെ കയ്യാല കൊടുക്കണം എന്നില്ല. അവന്റെ നമ്പർ അറിയുമെങ്കിൽ അവർക്ക് ഗൂഗിൾ പേ എഴുതാറ് അതിന്റെ വക സക്കാത്താണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ. പക്ഷെ അതല്ല, ഇവനത് പബ്ലിഷ് ചെയ്യാണ്. ഞാൻ സക്കാത്ത് കൊടുക്കുന്നു നാട്ടാരെ, എൻ്റെ കയ്യിൽ കുറെ കായുണ്ട് നാട്ടാരെ, ഞാൻ സക്കാത്ത് കൊടുക്കുന്നതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ 2 തരം ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നെങ്കിൽ ഗൂഗിൾ പേ നമ്പർ അയക്കുക, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക, ഇതിന്റെ ഇടയിൽ കമന്റ് ഇടുക, അപ്പൊ ഞാൻ നിങ്ങളുടെ നമ്പറൊക്കെ തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് സക്കാത്ത് തരാം എന്ന് പറയുന്ന ഒരു ഭയങ്കര രസകരമായിട്ടുള്ള സക്കാത്താണ്. എന്തായാലും 2025-ലെ ഒരു ഓൺലൈൻ സക്കാത്ത് ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷേ ഈ ഇൻട്രസ്റ്റിംഗ് സാധനം എത്രത്തോളം മുസ്ലിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതിന് ഉത്തരം എഴുതുന്നത് വിശ്വസേ. ബൈ.